വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് ഇറങ്ങുന്നു. നാളെ രാഹുൽ മാങ്കൂട്ടത്തലിനെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ വ്യാപകമായ പരിശോധന. രാഹുൽ മാങ്കൂട്ടത്തലുമായി ഏറെ അടുപ്പമുള്ള പ്രവർത്തകരുടെ അടൂരിലെ വീടുകളാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. AV ജയശങ്കർ, ഇത് അല്പം ഗുരുതരമായ കുറ്റകൃത്യം കൂടിയാണ്. കാരണം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇലക്ഷൻ വിജയിച്ചു എന്ന് പറയുമ്പോഴും വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്ന ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട രേഖ വ്യാജമായി ചമച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുകൾ പരാമർശിക്കുന്ന ഓഡിയോ സന്ദേശം മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളൂ. ഇതിലേക്ക് രാഹുലിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ടോ? ഈ പരിശോധന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എവിടെയൊക്കെയാണ് എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? അതായത് സുഹിൽ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ക്രൈംബ്രാഞ്ചിന്റെ 2 സംഘങ്ങളാണ് അടൂരിലെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ പ്രവർത്തകരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഇതിൽ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നുബിൽ ബിനുവിന്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ അന്വേഷണ സംഘം, ഈ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ ഫോൺ പരിശോധിക്കുമെന്നാണ് ഈ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ മാത്രമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്, പഴയകാല ഡാറ്റയും മറ്റ് വിവരങ്ങളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളായി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയാണ് ക്രൈംബ്രാഞ്ച് പങ്കുവയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ മ്യൂസിയം പോലീസാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉൾപ്പെടെ പോയ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഫെനി നൈനാൻ, 1-ാം പ്രതി ഫെനി നൈനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക്, നിയമപരമായ കാര്യങ്ങൾക്ക് ഈ ID ഉപയോഗിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത്തരത്തിൽ കണ്ടെത്താനായില്ല എന്നായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ചിൽ ഉൾപ്പെടെ മറുപടി. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാപരമായ തെരഞ്ഞെടുപ്പിന് മാത്രം ഉപയോഗിച്ചൊരു ID ആണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യത്തിന് ഈ വ്യാജ ID ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രൈംബ്രാഞ്ച് വിശദമായ പരിശോധന നിലവിൽ നടത്തി വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഴയൊരു കേസാണ്. ഈ പോലീസ് സംഘത്തെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ ഇതിലേറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കാർഡിളക്കി ഒരു പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഹസ്യമായി ഇത്തരത്തിലൊരു പരിശോധന ഇന്ന് രാവിലെ നടത്തിയത്. നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ രാഹുലിൻ്റെ ഒരു ഐഫോൺ ഉണ്ട്. പക്ഷേ കേരള പോലീസിന് നിലവിൽ ഈ ഐഫോൺ നേരിട്ട് പരിശോധിക്കാനുള്ളൊരു സംവിധാനമില്ല. രാഹുലിനോട് ഇതിൻ്റെ പാസ്വേഡ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ രാഹുൽ അത് നൽകിയിട്ടുമില്ല. അത്തരമൊരു സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഹാജരാകില്ല എന്നാണ് നിലവിൽ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇതിനൊരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഹാജരാകുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസോ അറിയിപ്പോ തങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ചോദിക്കുന്നത്. ഇന്നെന്തായാലും രാഹുൽ എനിക്ക് പിന്നിലുള്ള അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. നാളെയും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ പറയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസിലെ പരിശോധനകൾ വ്യാപകമാക്കുകയാണ്, അന്വേഷണം കാര്യക്ഷമമാക്കുകയാണ് ഈ ഘട്ടത്തിൽ. സുഹേൽ, ജനാധിപത്യത്തിന്റെ ഹിതമായ വോട്ടെടുപ്പിലേക്ക് അടക്കം ഉപയോഗിക്കാവുന്ന ID കാർഡ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. അത് വ്യാജമായി ഉണ്ടാക്കി, അത് ഉപയോഗിച്ച് മറ്റ് സർക്കാർ സേവനങ്ങളടക്കം നേടിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ അടക്കം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നൽകിയിരുന്നില്ല. നാളെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് അടുത്ത അനുയായികളുടെ വീട്ടിലേക്കടക്കം ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. AV ജയശങ്കറാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.